ISL സീസൺ 11ന്റെ 8ാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. മറ്റു ടീമുകളെക്കാൾ ബഹുദൂരം മുൻപിൽ ബംഗളൂർ പോയിന്റ്സ് ടേബിൾ മുൻപിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ 7ാം മത്സരത്തിൽ ആദ്യ പോയിന്റ് സ്വന്തമാക്കി ഈസ്റ്റ് ബംഗാൾ. 8 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ നിലവിലെ പോയിന്റ്സ് ടേബിളിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പോയിന്റ്സ് ടേബിളിൽ ഏറ്റവും അവസാനം 13ാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ FC ആണ്. 7 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 6 തോൽവിയും 1 സമനിലയിലുമോടെ 1 പോയിന്റാണ് ഈസ്റ്റ് ബംഗാളിനുള്ളത്. അവസാന മത്സരത്തിൽ 9 പേരായി ചുരുങ്ങിയ ശേഷം സമനില പിടിച്ചു ആദ്യ പോയിന്റ് സ്വന്തമാക്കിയെങ്കിലും സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ പരിതാപകരമാണ്. വെറും 4 ഗോളുകൾ മാത്രമാണ് ക്ലേറ്റൺ സിൽവയും ദിമിത്രിയോസും അടക്കമുള്ള സ്ട്രൈക്കർമാർ ഉള്ള ഈസ്റ്റ് ബംഗാളിന് നേടാൻ സാധിച്ചത്. അത് തന്നെയാണ് ടീം നേരിടുന്ന പ്രധാന പ്രശ്നവും. 12ാം സ്ഥാനത്ത് മുഹമ്മദ് നസിയാണ്. ISLൽ ആദ്യ സീസണിൽ കളിക്കുന്ന മുഹമ്മദ് നസി മികച്ച തുടക്കത്തിന് ശേഷം വെറും 1 പോയിന്റ് മാത്രമാണ് അവസാന 4 മത്സരത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. സീസണിലാകെ വെറും 3 ഗോളുകളാണ് ടീമിന് നേടാൻ സാധിച്ചത്. 7 കളിയിൽ നിന്നും 1 വിജയവും 2 സമനിലയിലും അടക്കം വെറും 5 പോയിന്റ് മാത്രമാണ് മുഹമ്മദ് നസിക്കുള്ളത്. 11ാം സ്ഥാനത്ത് നിലവിലെ മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഹൈദരാബാദ് FC ആണ്. 1 ഗോൾ പോലും നേടാൻ കഴിയാതിരുന്ന സീസണിലെ തുടക്ക മത്സരങ്ങൾക്ക് ശേഷം മികച്ച 2 വിജയങ്ങളോടെ ഹൈദരാബാദ് സീസണിലോട്ട് തിരിച്ചുവരവ് കാണിക്കുന്നുണ്ട്. നിലവിൽ 7 കളികളിൽ നിന്നും 2 വിജയവും 1 സമനിലയിലുമോടെ 7 പോയിന്റാണ് ഹൈദരാബാദിനുള്ളത്. 10ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. മോശം ഡിഫൻസും കളിയിൽ വരുത്തുന്ന ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളും ടീമിനെ പോയിന്റ്സ് ടേബിളിൽ 10ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടു. 8 കളിയിൽ നിന്നും 2 വിജയവും 2 സമനിലയും അടക്കം വെറും 8 പോയിന്റ്സ് മാത്രമാണ് ടീമിന് നേടാൻ സാധിച്ചത്. 9ാം സ്ഥാനത്ത് ഒഡീഷ FC ആണ്. ഗോളുകൾ അടിക്കാൻ ടീമിന് സാധിക്കുന്നുണ്ടെങ്കിലും അതുപോലെ ഗോൾ വഴങ്ങുന്ന ഡിഫൻസ് ആണ് ഒഡീഷയ്ക്ക് ഇത്തവണ തലവേദന ഉണ്ടാക്കുന്നത്. നിലവിൽ 2 വിജയവും 3 സമനിലയും അടക്കം 9 പോയിന്റാണ് ടീമിനുള്ളത്. 8ാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC ആണ്. ഒരുപക്ഷെ മുംബൈ ഈ അവസ്ഥയിലായിരിക്കുമെന്ന് ഒരിക്കലും സീസൺ തുടങ്ങുന്നതിന് മുന്നേ ആരും കരുതി കാണില്ല. 1 തോൽവി മാത്രമുള്ളൂ എങ്കിലും 4 സമനിലയാണ് മുംബൈക്ക് പണി തന്നത്. നിലവിൽ 10 പോയിന്റ് മാത്രമാണ് മുൻ ചാമ്പ്യന്മാർക്കുള്ളത്. 7ാം സ്ഥാനത്ത് ജംഷഡ്പൂർ FC ആണ്. സീസണിൽ മികച്ച പ്രകടനങ്ങളിലൂടെ ജംഷഡ്പൂർ FC സീസൺ തുടങ്ങിയെങ്കിലും അവസാന 2 മത്സരത്തിൽ 5 ഗോളുകളോടെ 2 വലിയ തോൽവിയാണ് ജംഷഡ്പൂർ നേരിട്ടത്. 7 മത്സരങ്ങളിൽ 4 വിജയത്തോടെ 12 പോയിന്റ്സ് ആണ് ടീമിനുള്ളത്. 6ാമത് പഞ്ചാബ് FC ആണ്. സീസണിൽ സ്വപ്ന തുല്യമായ തുടക്കത്തിന് ശേഷം 2 തോൽവിയാണ് പഞ്ചാബ് നേരിട്ടത്. 6 മത്സരങ്ങൾ മാത്രമാണ് ടീം കളിച്ചിട്ടുള്ളൂ എങ്കിലും 4 വിജയത്തോടെ 12 പോയിന്റ്സ് ആണ് ടീമിനുള്ളത്. 5ാം സ്ഥാനത്ത് ഗോവയാണ്. സീസണിൽ നല്ല വിജയങ്ങൾ ഉണ്ടായെങ്കിലും 3 സമനിലയും 2 തോൽവിയും ഗോവയ്ക്ക് തിരിച്ചടിയായി. നിലവിൽ 12 പോയിന്റ്സ് ആണ് ഗോവയ്ക്കുള്ളത്. 4ാം സ്ഥാനത്ത് ചെന്നൈയിൻ FC ആണ്. സീസണിൽ 16 ഗോളുകൾ സ്കോർ ചെയ്ത ചെന്നൈയിൻ FC മികച്ച പ്രകടനമാണ് സീസണിൽ കാഴ്ചവെക്കുന്നത്. 3 വിജയത്തോടെ 12 പോയിന്റ്സ് ആണ് ചെന്നൈയിൻ FCക്ക് ഇപ്പോൾ ഉള്ളത്. 3ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. 19 ഗോളുമായി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഡുറൻ കപ്പ് വിജയത്തിന് ശേഷം ISLലും അതേ പ്രകടനം കാഴ്ചവെക്കാൻ നോർത്ത് ഈസ്റ്റിന് സാധിക്കുന്നുണ്ട്. 3 വിജയവും 3 സമനിലയും അടക്കം 12 പോയിന്റ്സ് ആണ് ടീമിനുള്ളത്. 2ാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ്. കഴിഞ്ഞ കൊല്ലത്തെ ഷീൽഡ് വിന്നേഴ്സ് അതേ പ്രകടനം തന്നെയാണ് ഈ കൊല്ലവും കാഴ്ചവെക്കുന്നത്. 4 വിജയവും 2 സമനിലയും അടക്കം 14 പോയിന്റാണ് നിലവിൽ ടീമിനുള്ളത്. നിലവിൽ പോയിന്റ്സ് ടേബിൾ 1ാമത് ബംഗളൂർ FC ആണ്. 5 മികച്ച വിജയങ്ങൾക്കു ശേഷം അവസാന 2 മത്സരത്തിൽ 1 തോൽവിയും 1 സമനിലയും വഴങ്ങിയെങ്കിലും 17 പോയിന്റോടെ 1ാം സ്ഥാനത്ത് വെല്ലുവിളിയില്ലാതെ തുടരുകയാണ് ബംഗളൂർ. വെറും 6 ഗോൾ മാത്രമാണ് ടീമിന് വഴങ്ങിയതെന്നതും ഈ സീസണിൽ ടീമിന്റെ മികച്ച മുന്നേറ്റങ്ങൾക്ക് കാരണമായി. സീസണിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ടീമുകൾക്ക് ഇനിയും 10ലേറെ കളികൾ ബാക്കിയുള്ള സാഹചര്യത്തിൽ പോയിന്റ്സ് ടേബിളിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യം ഇനിയുമുണ്ട്.
എങ്കിലും ബ്ലാസ്റ്റേഴ്സ് അടക്കം പോയിന്റ്സ് ടേബിളിൽ അവസാനമുള്ള ടീമുകൾ ഇനി നേരിടാൻ പോകുന്ന ഓരോ തോൽവിയും സീസണിലെ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടാക്കും. 9ാം റൗണ്ട് മത്സരങ്ങൾ നവംബർ 23 തുടങ്ങും.